നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇടവൻ രാശിയിൽ ചൊവ്വയും വ്യാഴവും ഒന്നു ചേരുകയാണ്. ഏതാനും രാശിക്കാർക്ക് അത് വളരെയേറെ നേട്ടങ്ങൾ നൽകുന്നതാണ്. നമുക്ക് ആ വിഷയത്തെ ഒന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ജ്യോതിഷത്തിൽ ചൊവ്വ പുരുഷ ഗുണമുള്ള ഗ്രഹമാണ്. നേതൃഗുണം, ശക്തി, ആഗ്രഹങ്ങൾ, ശാരീരിക ബലം, നിശ്ചയദാർഢ്യം തുടങ്ങിയവയുടെയൊക്കെ കാരകഗ്രഹമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും വെല്ലുവിളികൾ നേരിടാനും തടസ്സങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒരു വ്യക്തിയുടെ കഴിവിനെ നിർണ്ണയിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലധികമായിട്ട് പ്രധാനപ്പെട്ട ഗ്രഹമായിട്ട് കരുതുന്നത് വ്യാഴമാണ്. വ്യാഴം വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സർഗാത്മകതയുടെയും അധികാരത്തിന്റെയും ഒക്കെ ഗ്രഹമാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവൻ രാശിയിൽ, അതായത് ശുക്രനെ സംബന്ധിച്ച് ശുക്രൻ ഭൗതികതയുടെ കാരകഗ്രഹമാണ്. ദാമ്പത്യത്തിന്റെയും ആഡംബരത്തിന്റെയും എല്ലാം കാരകഗ്രഹമാണ്. ചൊവ്വയും വ്യാഴവും ശുക്രന്റെ രാശിയിൽ ഒന്നു ചേരുമ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം കൂടിച്ചേർന്ന് ചില രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. ജൂൺ മാസത്തോടുകൂടി ചൊവ്വയും ഇടവൻ രാശിയിലേക്ക് എത്തുകയാണ്. ആ സമയം മുതൽ ഏതാണ്ട് 1.5 മാസത്തോളമാണ് ഈ യോഗങ്ങളുടെ ഫലമായിട്ട് നിൽക്കുക. ഇനി നമുക്ക് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ശുക്രന്റെ രാശിയിലുള്ള യോഗഫലം ആർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇടവക്കൂറുകാരെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സൗഭാഗ്യവും സന്തോഷവും ഒക്കെ നൽകുന്ന സമയമാണ്. ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ പൊതുവെ പ്രതീക്ഷ വർദ്ധിക്കുന്ന സമയമാണ്. കൂടാതെ ആകസ്മികമായി ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്. സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹം നടക്കാനുള്ള സാഹചര്യമുണ്ട്. സമൂഹത്തിൽ ഇടവക്കൂറുകാർക്ക് നിലയും വിലയും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. കൂടാതെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നതാണ്. ബിസിനസ്സുകാർക്കൊക്കെ ബിസിനസ് മെച്ചപ്പെടുന്നതാണ്. ഏത് മേഖലയിലുള്ള ഇടവക്കൂറുകാരാണെങ്കിലും പണം കൂടുതലായി കയ്യിൽ വന്നു ചേരുന്ന സമയമാണ്. അടുത്തത് നമുക്ക് കർക്കിടക്കൂറുകാരുടെ കാര്യമാണ് പരിശോധിക്കേണ്ടത്. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ശുക്രന്റെ രാശിയിലുള്ള യോഗഫലമായി നേട്ടമുണ്ടാകുന്ന ഒരു രാശിയാണ് കർക്കിടകൻ രാശി. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ലാഭസ്ഥാനത്തിലാണ് ഈ യോഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കൂടുതൽ വരുമാനം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുകാർക്കൊക്കെ അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നതാണ്. നിക്ഷേപങ്ങൾക്കുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതായത് പൊതുവെ സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുന്നതാണ് എന്നർത്ഥം. പ്രേമകാര്യങ്ങളിലൊക്കെ കർക്കിടക്കൂറുകാർക്ക് കൂടുതൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷം വർദ്ധിക്കുന്നതാണ്. നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും ശുക്രന്റെ രാശിയിലുള്ള യോഗഫലം 3 രാശിക്കാർക്കാണ് പ്രധാനമായും നേട്ടങ്ങൾ നൽകുന്നത്. അതിൽ 3ാമത്തെ രാശി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴവും ചൊവ്വയും 10ാം ഭാവത്തിലാണ് യോഗം ചെയ്യുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ യോഗം നല്ല തുടക്കമാകുന്നതാണ്. കർമ്മഭാവത്തിലാണ് ഈ യോഗം ഉണ്ടാകുന്നത്. ഭാഗ്യാധിപനും കർമാധിപനും പ്രധാനപ്പെട്ട ഭാവാധിപന്മാര് ഈ യോഗത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാരായിട്ടുള്ള ബിസിനസ്സുകാരും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അവരുടെ തൊഴിൽ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്, അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രഹിതരായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ്. ബിസിനസ്സുകാരായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നതാണ്. അധികമായി ധനലാഭത്തിനുള്ള സാധ്യതയും ചിങ്ങക്കൂറുകാർക്കുണ്ട്. കർമ്മരംഗങ്ങളിൽ ചിങ്ങക്കൂറുകാർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. പാരമ്പര്യമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. 3 രാശിക്കാരാണ് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ശുക്രന്റെ രാശിയിലുള്ള യോഗഫലം മൂലം നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ നല്ല വിശേഷങ്ങളുമായി വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.